ബ്രഹ്മദേവൻ രജോ ഗുണത്തിലാണ്, സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ്. എന്നാൽ അത് തീവ്രമായിട്ടുള്ളൊരു കാമം, ആസക്തി, എന്തിനു വേണ്ടി? സൃഷ്ടികർമ്മങ്ങൾ. കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടികർമ്മങ്ങളിൽ ഏതിലും നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ആസക്തി ഉണ്ടെങ്കിൽ അത് കാമം. അതെന്തുവാകും? ലൈംഗിക ബന്ധം മാത്രമാകണമെന്ന് നിർബന്ധമില്ല. ലൈംഗിക ബന്ധമാണ് കാമത്തിൻ്റെ ഏറ്റവും അതിതീവ്രമായിട്ടുള്ള വികാരം. അതേപോലെ ഏത് കർമ്മത്തിലും നമുക്ക് അതിതീവ്രമായിട്ടുള്ള ആസക്തി തോന്നിയാൽ അത് കാമമാണ്. ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങൾ ഏർപ്പെടാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് നടക്കാതെ വരുമ്പോൾ ബ്രഹ്മദേവന് ദേഷ്യം വന്നു. ആ ക്രോധത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടാകുന്നത്. ക്രോധൻ അത് തന്നെയാണ് രുദ്രൻ. രുദ്രന്റെ സൃഷ്ടി, ബ്രഹ്മദേവനിൽ നിന്ന് വന്ന രുദ്രന്റെ സൃഷ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണ്. ആ രുദ്രനിൽ തമോ ഗുണത്തിന്റെ ഒരു അംശം കൂടെ ഉണ്ട്. ഇതിനു വേണ്ടി തമോ ഗുണത്തിനെ നിലനിർത്തുന്ന ദേവനും കൂടാണ് രുദ്രൻ. ബ്രഹ്മദേവൻ രുദ്രനോട് പറഞ്ഞു, ഞാൻ നിനക്കായിട്ട് നൽകുന്ന സ്ഥലങ്ങൾ നോക്കൂ. ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണവായു, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, തപസ്യ. ഒന്നാണ് ചോക്ക്. ഈ എല്ലാ സ്ഥലങ്ങളിലും ഇനി ഇതിൽ കൂടുതൽ എന്ത് സ്ഥലമാണ് ഉള്ളത് അല്ലേ? ഭൗതിക ലോകത്തിലെ പഞ്ചഭൂതങ്ങളിലും ഹൃദയത്തിലും ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ബോധം, ഹൃദയം, ഇന്ദ്രിയങ്ങൾ, പ്രാണവായു, ഇതിലെല്ലാം ഇരുന്നോളൂ. തപസ്യയിലും ഇരുന്നോളാൻ പറഞ്ഞു. സൂര്യചന്ദ്രന്മാരിലും ഇരിക്കാൻ പറഞ്ഞു. ആകാശം മുഴുവൻ കാർമേഘം കൊണ്ട് നിറയുമ്പോൾ പെട്ടെന്ന് ഇടിവെട്ടുകയും ഭയങ്കര ശക്തമായിട്ടുള്ള ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അതും രുദ്രന്റെ സാന്നിധ്യമാണെന്ന് പറയുന്നത്. ഇനി കാറ്റ് വളരെ ശക്തമായിട്ട് അടിക്കുമ്പോൾ എല്ലാ നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നു, അതും രുദ്രന്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കണം. ഇനി സമുദ്രത്തിലെ ആ തിരമാലകളൊക്കെ വളരെ ശക്തമാക്കി അടിക്കുമ്പോൾ അതും രുദ്രന്റെ സാന്നിധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അഗ്നി, വളരെ ശക്തമായിട്ട് അഗ്നി കത്തി വരുമ്പോൾ അതും നാശം. ഇതൊക്കെ നാശം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ എവിടെയൊക്കെ നാശം ഉണ്ടാകുന്നോ അവിടെയൊക്കെ രുദ്രന്റെ സാന്നിധ്യമുണ്ട്. എവിടെയൊക്കെ രുദ്രനുണ്ടോ അവിടെയൊക്കെ നാശം ഉണ്ടാകും. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അതൊക്കെ ഒരുപാട് വെള്ളം കയറി എല്ലാ നാശനഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ അതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? രുദ്രന്റെ സാന്നിധ്യം. ഈ സൃഷ്ടിയിലുള്ള പല ജീവജാലങ്ങളും ആ രുദ്രതത്വത്തെ പ്രതിനിധീകരിക്കുന്നു. എന്തൊക്കെയാണ്? സർപ്പം പ്രതിനിധീകരിക്കുന്നു, പുലി, സിംഹം, ഇതെല്ലാം രുദ്രനെ പ്രതിനിധീകരിക്കുന്നു. ചില സമയത്ത് ചൂട് കൂടുതൽ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, രോഗാവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. അതെല്ലാം രുദ്രനാണെന്ന് പറയുന്നത്. ഇനി തണുപ്പ് കൂടുതലായിട്ട് നാശം ഉണ്ടാകുമ്പോഴും അതും രുദ്രനാണെന്ന് പറയുന്നത്. ഇനി തപസ്യയിലും രുദ്രൻ ഇരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു, ചില ഋഷികളിൽ തപസ്യ കൊണ്ടും യോഗബലം കൊണ്ട് അവർ ശാപം പ്രകടിപ്പിക്കുമ്പോൾ അതിലും രുദ്രനുണ്ടെന്ന് പറയുന്നു. അതിന് ഉദാഹരണം പറയുന്നു ദുർവാസ മുനി. ഇവിടെയൊക്കെ രുദ്രതത്വം ഇരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.